ഇംഗ്ലീഷിൽ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെർവസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഡു നോട്ട് വറി. ഐ വിൽ ഗിവ് യു 3 ടിപ്സ് ടു ആക്ച്വലി മേക്ക് യു ഫീൽ കോൺഫിഡൻറ്റ് ഇൻ എ ഷോർട്ട് ടോക്ക്. ടിപ്പ് നമ്പർ 1, സ്റ്റാർട്ട് സ്ട്രോങ്. അതായത് നമ്മളൊരു പ്രസൻറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് എവ്രിബഡി അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഓൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയുവാണെങ്കിൽ അത് നമ്മുടെ ഹോൾ പ്രസൻറ്റേഷൻ്റെ ഒരു മൂഡ് സെറ്റ് ചെയ്യും. അതായത് ഒരു സ്ട്രോങ് കോൺഫിഡൻറ്റ് കൈൻഡ് ഓഫ് എ വൈബാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഓഡിയൻസിന് കിട്ടുന്നുണ്ടാവുക. ടിപ്പ് 2, യൂസ് എ സിമ്പിൾ സ്ട്രക്ചർ. അപ്പം നമ്മളൊരു പ്രസൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് അത് സിമ്പിളായിട്ട് 3 പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇൻട്രൊഡക്ഷൻ, മെയിൻ പോയിന്റ് ആൻഡ് കൺക്ലൂഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് പ്രോബ്ലി വി കൻ സേ ഫേസ്റ്റ്ലി എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോവാം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റ്സിലേക്ക് കടക്കാം. അതിനുശേഷം ഫൈനലി എന്ന് പറഞ്ഞ് നമുക്ക് ആ സ്പീച്ചിനെ കൺക്ലൂഡ് ചെയ്യാം. ടിപ്പ് 3, ബോഡി ലാംഗ്വേജ് മാറ്റേഴ്സ്. ഇപ്പോൾ എത്ര നന്നായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്താലും നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതായത് നമ്മുടെ ജെസ്റ്റേഴ്സ്, ഹാൻഡ് ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബോഡി ജെസ്റ്റേഴ്സ് എല്ലാം മാറ്റർ ചെയ്യും. ഒരുപാട് കൈ വെച്ചിട്ട് നമ്മൾ ആക്ഷൻസ് കാണിക്കുകയോ തീരെ കൈ അനക്കാതെ ഇരിക്കുന്നതോ നല്ലതല്ല. ഒരു നാച്ചുറലായിട്ട് നമ്മുടെ ഹാൻഡ് ജെസ്റ്റേഴ്സ് മൂവ് ചെയ്യുകയാണ് നമ്മുടെ ഏറ്റവും ഒരു കോൺഫിഡൻറ്റ് പ്രസൻറ്റേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളൊരു IELTS കോച്ചിങ്ങിനോ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിനോ നോക്കുന്നുണ്ടെങ്കിൽ ഡു ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇൻ ദിസ് ഗിവൻ നമ്പർ.